നമുക്കറിയാം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തീവ്രമായ മഴ പെയ്യുകയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ 24-നൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് രാജൻ. രാജൻ, കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ചും പത്തനംതിട്ട, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ തീവ്രമായ മഴ പെയ്യുകയും ചില മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. റവന്യൂ വകുപ്പ് എന്തൊക്കെയാണ് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുള്ളത്? ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഇടങ്ങൾ എവിടെയൊക്കെയാണ്? SKN നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിലാണ് ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഴ അതിതീവ്രമായിട്ട് ഇന്നുണ്ടാവുക എന്നാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലും വലിയ മഴയുടെ സാധ്യതകൾ പ്രത്യേകമായി പ്രവചിക്കുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും പൊതുവായിട്ടുള്ള മഴയാണുള്ളത്. എന്നാൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN മൺസൂൺ നേരത്തെ വരാവുന്ന വിധത്തിലുള്ള ഒരു സൂചന നമുക്കിപ്പോൾ ലഭ്യമാവുകയാണ്. ഇന്നലെ വരെ നമ്മൾ നൽകിയിരുന്ന അലർട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനമർദ്ദം വളരെ ഗൗരവമായി വരുന്നു, ന്യൂനമർദ്ദത്തിൻ്റെ ആഘാതവുമായി ബന്ധപ്പെട്ട മഴയുണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ വൈകുന്നേരം നമ്മൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഉൾപ്പെടെ കണ്ടതുപോലെ മൺസൂൺ കാറ്റ് നേരത്തെ വരുന്നു എന്നുള്ള കാഴ്ചയാണിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴയോടൊപ്പം മൺസൂൺ കാറ്റ് കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ പ്രവചിച്ചതുപോലെ 27-ാം തീയതി വരെ കാലവർഷം വരാൻ വൈകില്ല, ഒരുപക്ഷെ നേരത്തെ കൂടി വരാം എന്നാണ്. IMD അത്തരം ഒരു പ്രവചനം ഈ മിനിറ്റിൽ നൽകിയിട്ടില്ലെങ്കിലും സൂചനകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് മൺസൂണിൻ്റെ ഭാഗമായിട്ടുള്ള മഴയിലേക്ക്, കാലവർഷത്തിലേക്ക് കേരളം ഏറ്റവും താമസിയാതെ കടക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും വളരെ ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാകണം. സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന പല വിധത്തിലുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SKN ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 8 മണിയോടുകൂടി അരുവിക്കരയിലെ 1 മുതൽ 5 വരെ ഷട്ടറുകൾ 20 സെൻറ്റിമീറ്റർ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ജാഗ്രതയോടെ എല്ലാ അണക്കെട്ടുകൾക്കും ഡാമുകൾക്കും ഒക്കെ റൂൾ കർവ് കർശനമായിട്ട് പാലിക്കണമെന്നും ഒരു കാരണവശാലുള്ള വിട്ടുവീഴ്ചയും കാത്തിരിക്കേണ്ട എന്നും അതത് സമയങ്ങളിൽ വെള്ളം തുറന്നുവിടാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ വേണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ കൂടി കാണുന്ന മഴയുടെ കൂടി സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം, പരക്കെ മഴ പെയ്യുന്നതാണ് പൊതുസ്ഥിതിയെങ്കിലും ചിലയിടങ്ങളിൽ തുടർച്ചയായി കനത്ത മഴ പെയ്യുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തീവ്രമായ മഴ പെയ്ത പ്രദേശം പിണറായിയാണ്. ഏതാണ്ട് 232 മില്ലിമീറ്റർ മഴ ഒരേ സമയം ഒരു പ്രദേശത്തുണ്ടാവുക. ഒരു മാസത്തിലൊക്കെ പെയ്യേണ്ട മഴ ഒരേ സമയം ഒരേ പ്രദേശത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ വെള്ളക്കെട്ടിനും അതോടൊപ്പം തന്നെ കുന്നും മലകളും മണ്ണിടിയാനുമുള്ള നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് വടക്കൻ കേരളത്തിലും ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലും ഇന്നും നാളെയുമായി അനാവശ്യ യാത്രകൾ ഉണ്ടെങ്കിൽ ആളുകൾ പൊതുവായിട്ട് ഒഴിവാക്കണമെന്നാണ് അഭ്യർത്ഥന. യാത്ര ചെയ്യാനാകില്ല എന്നല്ല, അനാവശ്യ യാത്രകൾ പൊതുവായിട്ട് ഒഴിവാക്കണം. അതിനേക്കാൾ ഉപരിയായി കാറ്റുണ്ടെങ്കിൽ, കാറ്റിൻ്റെ ഒരു സൂചന കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം സുരക്ഷിതമായ ഇടത്ത് എവിടെയാണോ അവിടെ തന്നെ തുടരുക, പിന്നീട് യാത്ര ചെയ്താൽ മതി എന്ന് ധരിക്കുക. മരങ്ങൾ വീഴുന്ന ഒരു പൊതു സ്ഥിതിവിശേഷമുണ്ട്. നേരത്തെ തന്നെ മരങ്ങൾ അപകടകരമായ വിധത്തിൽ നിൽക്കുന്നത് മുറിക്കാൻ വേഗത്തിൽ പരിശോധന നടത്തി ഫയലുകൾ തീർപ്പാക്കണം എന്ന് നമ്മൾ സബ് കളക്ടർമാരോടും പഞ്ചായത്തുകാരോടും പറഞ്ഞിരുന്നു. സബ് കളക്ടർമാരെ അന്വേഷിച്ച് മരം മുറിക്കാനുള്ള കാത്തിരിപ്പാണെങ്കിൽ അടിയന്തരമായ അത്തരം കാര്യങ്ങളിൽ ചെയ്യുന്നത് പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ സെക്ഷൻ 238 പ്രകാരം ഏറ്റവും വേഗതയിൽ മുറിക്കാനുള്ള പ്രത്യേക അനുവാദം പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കുണ്ട്. അത് ഗൗരവമായിട്ടെടുക്കണം എന്ന് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അക്കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. കേരളത്തിലെ മഴ മിക്ക ജില്ലകളിലും ഉള്ള സ്ഥിതിക്ക് ജില്ലാ കളക്ടർമാർക്ക് റവന്യൂ വകുപ്പ് കൊടുത്തിരിക്കുന്ന അടിയന്തരമായ നിർദ്ദേശം എന്താണ്? കാരണം നമുക്കിപ്പോൾ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണല്ലോ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ ചെയ്യാൻ കഴിയുക. ജില്ലാ കളക്ടർമാരോട് പ്രത്യേകമായിട്ട് ഇക്കാര്യത്തിലുള്ള സൂചന നൽകി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഓരോ ഘട്ടത്തിലും അങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. SKN ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ മൺസൂണിൻ്റെ
പ്രത്യേകമായിട്ടുള്ള പ്രാരംഭഘട്ടം കൂടി കാറ്റുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ തന്നെ നേരിട്ട് ജില്ലാ കളക്ടർമാരുടെ യോഗം അവലോകനത്തിന് വിളിച്ചിട്ടുണ്ട്. ഇന്നലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആ യോഗം കൂടി നടന്നിരുന്നു. പുതിയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്ക് ഡിസാസ്റ്റർ KSTMA ഓഫീസിൽ വെച്ച് തന്നെ ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗവും വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വളരെ കൃത്യമായ ഓരോ മൊമെൻറ്റിലും ചെയ്യേണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കാലവർഷക്കെടുതിയാണ്. മഴയുടെ സ്വഭാവങ്ങളിൽ എപ്പോഴും മാറ്റം വരാം, പെയ്യുന്ന ഇടങ്ങളിൽ മാറ്റം വരാം. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതരായ ആളുകളെ നിലനിർത്തുക എന്നുള്ളതാണ് കളക്ടർമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ക്യാമ്പുകളെല്ലാം ആവശ്യമാണെങ്കിൽ തുറക്കാൻ കഴിയുന്ന വിധത്തിൽ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം 24-ലൂടെ കാണുന്ന ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ വളരെ ശ്രദ്ധിച്ചു വേണം. ആളുകൾ പല വിധത്തിലുള്ള കാഴ്ചകളും വാർത്തകളും അവരവരുടെ പേജുകളിൽ അങ്ങ് കൊടുക്കുകയാണ്. ലൈക്ക് ഷെയറും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ലക്ഷ്യം. പക്ഷെ 2018-ലെയും 19-ലെയും ഒക്കെ പ്രളയസമാനമായിട്ടുള്ള വെള്ളം എടുത്തു കാട്ടി ഓരോ സെന്ററുകളെ പോലും ആ വിധത്തിൽ പറയുന്നുണ്ട്. അതിന്ന് കർശനമായിട്ട് നിയന്ത്രിക്കാൻ എല്ലാ കളക്ടർമാരോടും പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതത് സ്ഥലത്ത് IT സെല്ലുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ അപകടകരമായ വിധത്തിൽ വാർത്തകൾ തെറ്റായി കൊടുത്താൽ കർശനമായിട്ട് നടപടി ഉൾപ്പെടെ എടുക്കേണ്ടി വരും. കാരണം ആളുകൾ അനാവശ്യമായി ഭയചകിതരാകരുത്. അതേസമയം എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും അതത് സമയത്തെ എന്താണ് സ്ഥിതി എന്നുള്ള കാര്യം മാധ്യമങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അതത് സമയങ്ങളിൽ മാധ്യമങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. കളക്ടർമാരുടെ പേജുകളിൽ ഉണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൊടുക്കും. ഇത്തവണ നമുക്കുള്ളൊരു പ്രത്യേകത, 100 ഇടങ്ങളിൽ കവചം നമ്മൾ വെച്ചിട്ട് ആദ്യത്തെ ഒരു മഴക്കാലമാണ്. അതിൽ നൽകുന്ന മുന്നറിയിപ്പുകളും ആളുകൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും എന്നാണ് കരുതുന്നത്. ഓക്കെ, താങ്ക് യു റവന്യൂ മന്ത്രി കെ രാജൻ. യഥാർത്ഥത്തിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലേക്കുള്ള യാത്രകൾ അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കണമെന്നാണ് മന്ത്രി രാജൻ്റെ അഭ്യർത്ഥന. അതുപോലെ വടക്കൻ കേരളത്തിലും മഴ ശക്തമാകുന്ന ഉള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കാൻ മന്ത്രി രാജൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു മിനിസ്റ്റർ കെ രാജൻ.